മാക്രോ എക്കണോമിക്സ് ബ്ലോക്ക് 5 യൂണിറ്റ് 2 ആണ്. മോണിറ്ററി പോളിസിയെ കുറിച്ചും സെൻട്രൽ ബാങ്കിന്റെ റോളിനെ കുറിച്ചുമാണ് നമ്മൾ ഈ യൂണിറ്റിൽ കാണുവാൻ പോകുന്നത്. മോണിറ്ററി പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രാജ്യത്തെ സെൻട്രൽ ബാങ്ക് മണി സപ്ലൈയെയും ക്രെഡിറ്റ് അതിന്റെ അവൈലബിലിറ്റിയും പലിശ നിരക്കിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്ന ആ പോളിസി മെക്കാനിസത്തെയാണ് നമ്മൾ മോണിറ്ററി പോളിസി എന്ന് വിളിക്കുന്നത്. ഇന്ത്യയില് ഈ റെസ്പോൺസിബിലിറ്റി RBI ആണ് നിർവഹിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മോണിറ്ററി പോളിസിയുടെ മെയിൻ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് എക്കണോമിയെ സ്റ്റേബിൾ ആയിട്ട് നിർത്തുക എന്നതാണ്. ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, രാജ്യത്തിന്റെ വളർച്ച പ്രൊമോട്ട് ചെയ്യുക, സാമ്പത്തിക അച്ചടക്കം പാലിക്കുക, എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുക, കറൻസി സ്റ്റെബിലിറ്റി, ട്രേഡ് സ്റ്റെബിലിറ്റി, എക്സ്ചേഞ്ച് സ്റ്റെബിലിറ്റി, ഇതെല്ലാം നമ്മൾ മോണിറ്ററി പോളിസി വഴിയാണ് അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. എക്കണോമിയുടെ കണ്ടീഷൻ അനുസരിച്ച് RBI പലതരത്തിലുള്ള മോണിറ്ററി മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. സാധാരണ 2 തരത്തിലുള്ള മോണിറ്ററി പോളിസീസ് ആണ് നമുക്കുള്ളത്. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയും കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയും. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ഉപയോഗിക്കുന്നത് റിസഷന്റെ അല്ലെങ്കിൽ സ്ലോ ഡൗണിന്റെ സമയത്താണ്. ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്ത് ലോണുകൾ ചീപ്പറാക്കി അതുവഴി ഇൻവെസ്റ്റ്മെന്റും പ്രൊഡക്ഷനും എംപ്ലോയ്മെന്റും ഇൻക്രീസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. കോൺട്രാക്ഷണറി ഫിക്സൽ പോളിസി എന്ന് പറയുന്നത് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്ത് ബോറോയിങ് കുറച്ചുകൂടെ നമുക്ക് എക്സ്പെൻസീവ് ആക്കും. അതുവഴി നമ്മൾ സ്പെൻഡിങ്ങും അഗ്രിഗേറ്റ് ഡിമാൻഡും കുറയ്ക്കും. അതായത് ബേസിക്കലി എക്കണോമിയിൽ മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും ഇൻഫ്ലേഷന്റെ സമയത്ത്. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ആണെങ്കിൽ മണി സപ്ലൈ ഇൻക്രീസ് ചെയ്യാനും, കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി ആണെങ്കിൽ മണി സപ്ലൈ കുറയ്ക്കുവാനുമാണ് ശ്രമിക്കുന്നത്. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ഗ്രോത്തിനെ കൂട്ടുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ കോൺട്രാക്ഷണറി പോളിസി ഇൻഫ്ലേഷൻ റെഡ്യൂസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് മോണിറ്ററി പോളിസിയുടെ ഒബ്ജക്റ്റീവ്സ് ഓരോന്നായിട്ട് കണ്ടുപോവാം. പ്രൈസ് സ്റ്റെബിലിറ്റി മോണിറ്ററി പോളിസിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ആണ്. പണപ്പെരുപ്പം വളരെയധികം കൂടുതലായിട്ട് നിൽക്കുമ്പോൾ ആളുകളുടെ പർച്ചേസിങ് പവർ കുറയും. ഇപ്പൊ ഇൻഫ്ലേഷൻ സിറ്റുവേഷനിൽ നമുക്ക് നേരത്തെ ഒരു 10 രൂപയ്ക്ക് 1 കിലോ ഉള്ളി കിട്ടിക്കൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ 50 രൂപ കൊടുത്താൽ 1 കിലോ ഉള്ളി കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മുടെ കോസ്റ്റ് ഓഫ് ലിവിങ് അതിനനുസരിച്ച് കൂടും. അത് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന പാവപ്പെട്ടവരെയാണ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത്. അതിൽ കാശുള്ള ആൾക്ക് കാശ് സാധനങ്ങൾ മേടിക്കാം. ഹൈ ഇൻഫ്ലേഷൻ സേവിങ്സിനെ റെഡ്യൂസ് ചെയ്യും. അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ്സ് ഉണ്ടാവാൻ ഈ സമയത്ത് സാധ്യതയുണ്ട്. പക്ഷെ ഒരു തരത്തിലും ഒരു എക്കണോമിയിൽ, ഒരു വളർച്ചയുള്ള ഒരു എക്കണോമിയിൽ, വളർന്നുകൊണ്ടിരിക്കുന്ന എക്കണോമിയിൽ ഒരു 0% ഇൻഫ്ലേഷൻ ഒരിക്കലും അഭികാമ്യമല്ല. ഇന്ത്യയുടെ ഒരു ടോളറൻസ് ലെവല് 2 to 6% ആണ് നമ്മുടെ ഒരു വളർച്ചയ്ക്ക് ആവശ്യം. പക്ഷെ എന്നാൽ വളർച്ച ഒരു ക്യാപിറ്റലിസ്റ്റ് എക്കണോമിയിലേക്കല്ല, ഒരു അറൌണ്ട് 2%, നമ്മുടെ US എക്കണോമിക്ക് ഒരു അറൌണ്ട് 2% നിലനിർത്താൻ ശ്രമിക്കും. ഇന്ത്യയിൽ RBI അപ്രോക്സിമറ്റ്ലി 4% ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അടുത്ത മേജർ ഒബ്ജക്റ്റീവ് ആണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്താൽ ബിസിനസ്സും ഇൻഡസ്ട്രീസിനും ഒക്കെ കുറച്ചുകൂടെ ചീപ്പർ ആയിട്ടുള്ള റേഷ്യോയിൽ അവർക്ക് എമൗണ്ടിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലോൺ എടുക്കാൻ പറ്റും. ഈ ലോൺ എടുത്ത് അവരെന്ത് ചെയ്യും, ഇൻവെസ്റ്റ് ചെയ്യും. അപ്പൊ ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ഇൻക്രീസ് ചെയ്താൽ എന്ത് സംഭവിക്കും, പ്രൊഡക്ഷൻ കൂടും. കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകൾ വേണം. അപ്പൊ എംപ്ലോയ്മെന്റ് അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. ബാങ്കുകൾ പ്രയോറിറ്റി സെക്ടറിലേക്ക് ലോൺ നൽകുവാൻ എൻകറേജ് ചെയ്ത് എക്കണോമിക് ഡെവലപ്മെന്റിനെ സപ്പോർട്ട് ചെയ്യും. നല്ല മോണിറ്ററി പോളിസി, പോസിറ്റീവ് ആയിട്ടുള്ള മോണിറ്ററി പോളിസി ഇമ്പാക്ടിന്റെ സമയത്ത് അഗ്രികൾച്ചർ, ഇൻഡസ്ട്രീസ്, MSMEs പോലുള്ള സെക്ടേഴ്സിലേക്ക് ക്രെഡിറ്റ് സപ്പോർട്ട് കൊടുത്ത് എക്കണോമിയുടെ ഗ്രോത്തിനെ നമ്മൾ എന്ത് ചെയ്യും, ആക്സിലറേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അടുത്തായിട്ടുള്ള ഒരു മേജർ ഫാക്ടർ ഒബ്ജക്റ്റീവ് ആണ് എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലിറ്റി. ഓക്കെ, ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ സ്റ്റേബിൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ രാജ്യത്തിന്റെ മൂല്യം ഇടിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സ് നമുക്ക് കൂടുതൽ എക്സ്പെൻസീവ് ആകും. നമ്മുടെ രാജ്യത്തിൽ അത് ഭയങ്കര ഹൈ റേറ്റ് ഇൻഫ്ലേഷന് കാരണമാവും. അങ്ങനെ പല ഇഷ്യൂസും നമുക്കുണ്ട്. ഇപ്പോഴത്തെ ഒരു റീസെന്റ് സിറ്റുവേഷനകത്ത് നമ്മുടെ അടുത്ത് ഒരുപാട് വിദേശ കറൻസി എടുക്കരുതെന്നും വിദേശ ട്രിപ്പുകൾ ഒഴിവാക്കണമെന്നും ട്രാൻസാക്ഷൻസ് കുറയ്ക്കണമെന്നും എല്ലാം പറയാൻ മെയിൻ കാരണം നമ്മുടെ വാല്യൂ ഇടിയാതിരിക്കാൻ വേണ്ടിയാണ്.
ഫ്ലെക്സിബിൾ എക്സ്ചേഞ്ച് റേറ്റ്സ് കറൻസി വാല്യൂ ഡിമാൻഡിന്റെയും അതിന്റെ സപ്ലൈ അടിസ്ഥാനത്തിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോറിൻ കറൻസി ഡിമാൻഡ് കൂടുതലായി ഡൊമസ്റ്റിക് കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്യും. കാരണം നമ്മൾ കൂടുതൽ ഡൊമസ്റ്റിക് കറൻസി ആവശ്യം അല്ലെ ഫോറിൻ കറൻസി ഇപ്പൊ നമുക്ക് ഒരുപാട് ഡോളർ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാല്യൂ എന്ത് ചെയ്യും? നമ്മുടെ ഡൊമസ്റ്റിക് കറൻസിന്റെ വാല്യൂ ഇടിഞ്ഞുകൊണ്ടേയിരിക്കും, ഡിപ്രിഷിയേറ്റ് ചെയ്യും. ഈ ഫ്ലക്ച്വേഷൻസ് കൺട്രോൾ ചെയ്യാൻ RBI ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് മാർക്കറ്റിൽ സെല്ല് ചെയ്ത് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻക്രീസ് ചെയ്തും ഫോറിൻ കറൻസിയുടെ ഡിമാൻഡ് റെഡ്യൂസ് ചെയ്യും. ഓക്കെ, അങ്ങനെ അങ്ങനെ ഒരു മോണിറ്ററി പോളിസിയാണ് എന്ത് ചെയ്യുന്നത് ഈ ഡിപ്രീഷിയേറ്റിംഗ് സമയത്ത് RBI അഡോപ്റ്റ് ചെയ്യുന്നത്. സ്റ്റേബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഇന്റർനാഷണൽ ട്രേഡിനും ഇൻവെസ്റ്റർ കോൺഫിഡൻസിനും വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അടുത്തൊരു ഒബ്ജക്റ്റീവും ആണ്, അതായത് ഫൈനൽ ഒബ്ജക്റ്റീവ് ആണ് ഫുൾ എംപ്ലോയ്മെന്റ്. എക്കണോമിയിൽ ഫുൾ എംപ്ലോയ്മെന്റ് അച്ചീവ് ചെയ്യുക, അതായത് വില്ലിംഗ് ആയിട്ടും ഏബിൾ ആയിട്ടും വർക്ക് ചെയ്യുന്നവർക്കെല്ലാം എന്ത് ചെയ്യുക, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി കൊടുക്കുക. ബിസിനസ്സിലേക്ക് കൂടുതൽ, അതായത് മോണിറ്ററി എക്കണോമി സ്റ്റേബിൾ കണ്ടീഷൻ ആണെങ്കിൽ എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ഉപയോഗിച്ച് നമുക്ക് എക്കണോമിയിലേക്ക് മണി പമ്പിൻ ചെയ്യാൻ പറ്റും. അത് ചീപ്പർ ക്രെഡിറ്റ് കൊടുത്തിട്ട് ബാങ്കുകളുടെ റേറ്റ് ഒക്കെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിസിനസ്സുകളുടെ ആവശ്യത്തിനായി കൂടുതൽ ചീപ്പർ ക്രെഡിറ്റ് അവർക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ആ എമൗണ്ട് അവരുടെ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇൻവെസ്റ്റ്മെന്റ്സ് കൂടുമ്പോൾ പ്രൊഡക്ഷൻ കൂടും. കൂടുതൽ പ്രൊഡക്ഷൻ ആക്ടിവിറ്റിക്ക് വേണ്ടി എംപ്ലോയ്മെന്റ് നമുക്ക് കൂട്ടുവാൻ പറ്റും. കൂടുതൽ ലേബറേഴ്സിന്റെ ആവശ്യം വരും. അപ്പൊ എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? എക്കണോമിയിൽ പ്രൊഡക്ഷനും ഗ്രോത്തും എല്ലാം സംഭവിക്കും. ഹൈ അൺഎംപ്ലോയ്മെന്റ് സമയത്ത് RBI എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യും. പക്ഷേ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ കോൺട്രാക്ടറി മോണിറ്ററി പോളിസി ഉപയോഗിക്കുമ്പോൾ എംപ്ലോയ്മെന്റ് കുറയാനും സാധ്യതയുണ്ട്. എംപ്ലോയ്മെന്റ് ഇൻഫ്ലേഷൻ തമ്മിൽ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇൻഫ്ലേഷൻ എംപ്ലോയ്മെന്റും തമ്മിൽ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് മാത്രമേ മോണിറ്ററി പോളിസി കൊണ്ടുപോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടുത്തായിട്ട് കാണുവാൻ വേണ്ടി പോകുന്നത് എന്തൊക്കെയാണ്, വാട്ട് ആർ ദ ഇൻസ്ട്രുമെന്റ്സ് ഓഫ് മോണിറ്ററി പോളിസി, എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് മോണിറ്ററി പോളിസി മെക്കാനിസം വർക്ക് ചെയ്യുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസം ഉണ്ട്, ക്വാളിറ്റേറ്റീവ് അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസം ഉണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ടോട്ടൽ ക്രെഡിറ്റ് വോളിയത്തെ കൺട്രോൾ ചെയ്യുമ്പോൾ ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് സ്പെസിഫിക് സെക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് വഴി ക്രെഡിറ്റ് ഫ്ലോയെ കൺട്രോൾ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എക്സാമ്പിൾ ആയിട്ട് അഗ്രികൾച്ചർ ട്രേഡ് സ്പെസിഫിക് ആക്ടിവിറ്റീസിനെ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവ എക്കണോമിയിൽ ലിക്വിഡിറ്റിയും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയും മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സഹായിക്കും. ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് റേറ്റ്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ പോലുള്ള റേഷ്യോസിനെ കൺട്രോൾ ചെയ്തിട്ടാണ് ബാങ്ക് എന്ത് ചെയ്യുന്നത്, RBI എന്ത് ചെയ്യുന്നത്, എക്കണോമിയിലെ മോണിറ്ററി പോളിസി അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൂട്ടുകയാണെങ്കിൽ, ഇൻക്രീസ് ചെയ്താൽ ബാങ്ക് ലോൺസ് എക്സ്പെൻസീവ് ആവും, ക്രെഡിറ്റ് ക്രിയേഷൻ കുറയും, ആളുകളുടെ കയ്യിലുള്ള പണം കുറയും. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞാൽ RBI മാർക്കറ്റിൽ സെക്യൂരിറ്റീസ് സെല്ല് ചെയ്യുന്നതിനെയും വാങ്ങുന്നതിനെയും, അതായത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതിനാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി RBI സെക്യൂരിറ്റി സെല്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലിക്വിഡിറ്റി കുറയും. RBI ഇപ്പൊ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വഴി സെക്യൂരിറ്റീസ് വാങ്ങുകയാണെങ്കിൽ എക്കണോമിയിലേക്ക് മണി പമ്പിൻ ചെയ്യും. ക്യാഷ് റിസർവ് റേഷ്യോ ഇൻക്രീസ് ചെയ്താൽ ബാങ്കിന്റെ ലെൻഡിങ് റേറ്റ് കുറയും, റെന്റിങ് കുറയും. അതായത് ക്യാഷ് റിസർവ് റേഷ്യോ കൂടിയല്ലോ, അപ്പൊ ബാങ്കിന്റെ ലെൻഡിങ് കപ്പാസിറ്റി കുറയും. അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ, സ്റ്റാറ്റ്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ബാങ്കുകൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ലിക്വിഡ് അസറ്റ്സിന്റെ റേഷ്യോ ആണ്, എമൗണ്ട് ആണ്. ഈ സ്റ്റാറ്റ്യൂട്ട് ലിക്വിഡിറ്റി റേഷ്യോ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ ബാങ്കിന്റെ ലെൻഡിങ് കപ്പാസിറ്റി വീണ്ടും കുറയും. ഈ മെഷേഴ്സ് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും എക്കണോമിക് ആക്ടിവിറ്റി റെഗുലേറ്റ് ചെയ്യാനും വേണ്ടി RBI ഓരോന്നും യൂസ് ചെയ്യും. അതുപോലെ തന്നെ യൂസ് ചെയ്യുന്ന വേറെ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾസ്. സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾസ് വഴി ക്രെഡിറ്റ് ഫ്ലോ ആണ് അവർ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പൊ മാർജിനൽ റിക്വയർമെന്റ്സ്, ക്രെഡിറ്റ് റേഷനിങ് അല്ലെങ്കിൽ ഡയറക്റ്റ് ആക്ഷൻ, ഇത് 3 മെത്തേഡ്സും ആണ് ഉപയോഗിക്കുന്നത്. മാർജിനൽ റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ വെക്കേണ്ട എമൗണ്ട്, അപ്പൊ നമുക്ക് മോർഗേജ് ആയിട്ട് കൊടുക്കേണ്ട ഒരു സ്ഥലം, ഇപ്പൊ 50 സെന്റ് സ്ഥലം കൊടുത്തു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ കിട്ടുമായിരുന്നു വെച്ചോ. ഇപ്പൊ 1 ഏക്കർ സ്ഥലം കൊടുത്താലേ
50 ലക്ഷം കിട്ടത്തോളം എന്ന് പറഞ്ഞാൽ അപ്പൊ മാർജിനൽ റിക്വയർമെന്റ്സ്, അങ്ങനെ ഓരോ റിക്വയർമെന്റ്സ്. അപ്പൊ ക്രെഡിറ്റ് സിവിൽ സ്കോർ 750 ഉള്ളവർക്കേ പറ്റത്തുള്ളൂ. പക്ഷെ എനിക്ക് 720 ആയിരുന്നു കഴിഞ്ഞ മാസം വരെ, ഈ മാസം 750 ആക്കി. അപ്പൊ എന്ത് ചെയ്യും? അത് എടുക്കാൻ പറ്റുന്നവരുടെ ആളുകളുടെ എണ്ണം കുറയും. പിന്നെ ക്രെഡിറ്റ് റേഷനിങ്, ക്രെഡിറ്റ് സപ്ലൈ, ബാങ്കുകൾക്ക് കൊടുക്കുന്ന ക്രെഡിറ്റ് സപ്ലൈ എന്ത് ചെയ്യും? കട്ട് ചെയ്യും. പിന്നെ ഈ റൂൾസ് ഫോളോ ചെയ്യാത്തവരെതിരെ ഡയറക്റ്റ് ആക്ഷൻ, പിന്നെ മോറൽ സുവേഷൻ, ഇങ്ങനെയൊക്കെ പോളിസീസും RBI എന്ത് ചെയ്യാറുണ്ട്? അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതെല്ലാം സ്വീകരിക്കുന്ന എന്തിനു വേണ്ടിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മെഷേഴ്സ് എല്ലാം സ്വീകരിക്കുന്നത് അൺഡിസൈറബിൾ ആക്ടിവിറ്റീസ് കൺട്രോൾ ചെയ്ത് എക്കണോമിയെ സ്റ്റേബിളൈസ് ചെയ്യാൻ വേണ്ടിയാണ്. RBI മോണിറ്ററി ടൂൾസ് ഉപയോഗിച്ച് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാനും എംപ്ലോയ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത്. എക്സ്പാൻഷണറി പോളിസി റിസഷന്റെ സമയത്ത് യൂസ്ഫുൾ ആകുമ്പോൾ കോൺട്രാക്ഷണറി പോളിസി ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് മെഷേഴ്സ് ലിക്വിഡിറ്റി, ക്രെഡിറ്റ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ ഒരു മേജർ റോൾ തന്നെ പ്ലേ ചെയ്യുന്നുണ്ട്. എഫക്റ്റീവ് മോണിറ്ററി പോളിസി ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ഡെവലപ്മെന്റിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, എസെൻഷ്യൽ ആയിട്ടുള്ള ഫാക്ടർ തന്നെയാണ്. അടുത്തായിട്ട് ഒരു സെൻട്രൽ ബാങ്ക് എക്കണോമിയിൽ റോള് എന്തൊക്കെയാണ് പ്ലേ ചെയ്യുന്നത് നമുക്ക് നോക്കാം. സെൻട്രൽ ബാങ്ക് ഒരു രാജ്യത്തിലെ ഹയസ്റ്റ് മോണിറ്ററി അതോറിറ്റിയാണ്. എക്കണോമിയിലെ മണി സപ്ലൈയും ക്രെഡിറ്റ് അവൈലബിലിറ്റിയും ഇൻട്രസ്റ്റ് റേറ്റും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്, റെഗുലേറ്റ് ചെയ്യുന്നതൊക്കെ സെൻട്രൽ ബാങ്കാണ്. ഇന്ത്യയിൽ അത് RBI ആണ്. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനും എക്കണോമിയുടെ ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യാനും സെൻട്രൽ ബാങ്ക് ഒരു മേജർ റോൾ തന്നെയാണ് വഹിക്കുന്നത്. ഇപ്പൊ പല രാജ്യങ്ങൾക്കും, ഇപ്പൊ US ഫെഡറൽ റിസർവ് ആണ്, UK അത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ആണ്, യൂറോപ്യൻ യൂണിയനിൽ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ആണ്, ഇന്ത്യയിൽ അത് RBI ആണ്. ഓക്കെ, ഇവരാണ് വർക്ക് ചെയ്യുന്നത്. എന്താണ് സെൻട്രൽ ബാങ്ക് മേജർ ഫങ്ഷൻസ് എന്ന് ചോദിച്ചാൽ ഇത്രയുമാണ്. സെൻട്രൽ മോണിറ്ററി പോളിസി ഫോർമുലേഷൻ, കറൻസി ഇഷ്യൂ, ബാങ്ക് ടു ദ ഗവൺമെന്റ്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫോറിൻ എക്സ്ചേഞ്ച് മെഷർമെന്റ്, മാനേജ്മെന്റ്, എക്കണോമിക് പേയ്മെന്റ് സിസ്റ്റം, ഓവർസൈറ്റ്. ഇത്രയാണ് അവർ ചെയ്യുന്നത്. എന്തൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. സെൻട്രൽ ബാങ്കിന്റെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോണിറ്ററി പോളിസി ഉണ്ടാക്കുക, അത് ഇംപ്ലിമെന്റ് ചെയ്യുക. മണി സപ്ലൈ, ഇൻട്രസ്റ്റ് റേറ്റിനെ റെഗുലേറ്റ് ചെയ്ത് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എക്കണോമിയുടെ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്ത് സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നു. എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇൻഫ്ലേഷൻ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുന്നു. ഇതിനു വേണ്ടി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസും ക്യാഷ് റിസർവ് റേഷ്യോയും റെപ്പോ റേറ്റും ബാങ്ക് റേറ്റും പോലെയുള്ള പല മോണിറ്ററി ഇൻസ്ട്രുമെന്റ്സും എന്ത് ചെയ്യുന്നുണ്ട്? യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ടുള്ള ഫംഗ്ഷൻ ഇഷ്യൂവൻസ് ആൻഡ് റെഗുലേഷൻ ഓഫ് കറൻസിയാണ്. കറൻസി ഇഷ്യൂ ചെയ്യാനും അതിന്റെ എക്സ്ക്ലൂസീവ് അതോറിറ്റി ബാങ്കുകൾക്കാണ്. രാജ്യത്തിന്റെ ആവശ്യമായിട്ടുള്ള നോട്ടുകളും കോയിൻസും സപ്ലൈ ചെയ്യുന്നത് സെൻട്രൽ ബാങ്ക് വഴിയാണ്. കള്ളനോട്ട് പ്രിവെന്റ് ചെയ്യാനും കറൻസിയുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും സെൻട്രൽ ബാങ്ക് എപ്പോഴും ശ്രമിക്കുന്നുണ്ട്. ആളുകളുടെ ഒരു പബ്ലിക്കിന്റെ കോൺഫിഡൻസ് നിലനിർത്താൻ മോണിറ്ററി പോളിസി നല്ല രീതിയിൽ നടത്തേണ്ടത് മോണിറ്ററി മാനേജ്മെന്റ്, മോണിറ്ററി സ്റ്റെബിലിറ്റിക്കും എപ്പോഴും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ഫംഗ്ഷനാണ് ബാങ്കർ ടു ദ ഗവൺമെന്റ് ആൻഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. സെൻട്രൽ ബാങ്ക് ഗവൺമെന്റിന്റെ ബാങ്കറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെന്റ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാനും പബ്ലിക് ഡെപ്റ്റ് മാനേജ് ചെയ്യാനും, പൊതുകടം മാനേജ് ചെയ്യാനും സഹായിക്കുന്നു. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് റിസർവ് ഫെസിലിറ്റി നൽകുവാനും അവരുടെ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് പ്രോസസ്സ് സപ്പോർട്ട് ചെയ്യാനും ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ക്രൈസിസിന്റെ സമയത്ത് കൊമേഴ്ഷ്യൽ ബാങ്കിന് എമർജൻസി ആയിട്ട് ലോണുകൾ നൽകുന്ന പിന്നെ റോള് ഒരു ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട് എന്ന രീതിയിലും സെൻട്രൽ ബാങ്ക് നിർവഹിക്കുന്നുണ്ട്. നമ്മൾ പലതും കേട്ടിട്ടുണ്ടാവും ലെൻഡർ ഓഫ് ലാസ്റ്റ് റിസോർട്ട്. അത് പക്ഷെ നമുക്ക് ചെന്ന് ഹെൽപ്പ് ചോദിക്കാൻ പറ്റുന്ന ഒരു അതോറിറ്റി ആയിട്ട് മാറുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെൻട്രൽ ബാങ്കിന്റെ മറ്റൊരു മേജർ ഫംഗ്ഷൻ ആണ്. ബാങ്കുകൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും റെഗുലേഷൻസ്, ബാങ്കുകളുടെ പുറത്തും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പുറത്തും റെഗുലേഷൻസ് ഇമ്പോസ് ചെയ്ത് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള റിസ്കുകൾ മോണിറ്റർ ചെയ്ത് ഫിനാൻഷ്യൽ ക്രൈസിസ്, എക്കണോമിക് റിസഷനിലേക്കോ ഡിപ്രഷനിലേക്കോ പോവാതെ, ക്രൈസിസിലേക്ക് പോവാതെ പിടിച്ചു നിർത്തുന്നു. ഇപ്പൊ നമ്മളെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് 2008 റിസഷൻ, ഫിനാൻഷ്യൽ ക്രൈസിസ് ഇന്ത്യയെ ഒരു പരിധിയിൽ കൂടുതൽ ഇമ്പാക്ട് ചെയ്യാതിരിക്കാനുള്ള മേജർ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ RBI കൃത്യമായിട്ട് നമ്മുടെ ബാങ്കുകളെ മോണിറ്റർ ചെയ്യുകയും കൃത്യമായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുകയും ചെയ്തുകൊണ്ടാണ്. ലിക്വിഡിറ്റി ഷോർട്ടേജ് ഉണ്ടാകുമ്പോൾ സെൻട്രൽ ബാങ്ക് സപ്പോർട്ട് നൽകുന്നുണ്ട്.
ഇതിലൂടെ ബാങ്കിങ് സിസ്റ്റത്തിന് പബ്ലിക്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവാനും സഹായിക്കുന്നു. അടുത്തതായിട്ട് സെൻട്രൽ ബാങ്ക് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. ഡൊമസ്റ്റിക് കറൻസിയുടെ വാല്യൂ സ്റ്റേബിളായി മെയിൻറ്റെയിൻ ചെയ്യാൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ ഇവര് ഇൻവോൾവ് ആവുന്നുണ്ട്. കറൻസി ഡിപ്രിസിയേഷൻ അല്ലെങ്കിൽ അപ്രിസിയേഷൻ വളരെ കൂടുതലായാൽ RBI ഫോറിൻ കറൻസി ബൈ അല്ലെങ്കിൽ സെല് ചെയ്ത് നമ്മുടെ എക്കണോമിയെ നമ്മുടെ കറൻസി ഡിപ്രിഷിയേറ്റ് ചെയ്യാതെ അപ്രിഷിയേറ്റ് ചെയ്യാതെ പിടിച്ചു വയ്ക്കുന്നു. സ്റ്റേബിൾ എക്സ്ചേഞ്ച് റേറ്റ് ഇന്റർനാഷണൽ ട്രേഡിനും ട്രാൻസാക്ഷനും നമ്മുടെ സ്റ്റെബിലിറ്റിക്കും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സെൻട്രൽ ബാങ്ക് എക്കണോമിക് റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പബ്ലിക്കേഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രെൻഡ് അനാലിസിസും ഇൻഫ്ലേഷന്റെ ഗ്രോത്തിന്റെ ഒക്കെ വളർച്ചയും ഒക്കെ ഒരു റിപ്പോർട്ടുകളായിട്ടും പബ്ലിഷ് ചെയ്യുകയും ഫോർകാസ്റ്റ് അനാലിസും എല്ലാം നടത്തുന്നുണ്ട്. UPI, നെഫ്റ്റ്, RTGS പോലുള്ള പേയ്മെന്റ് സിസ്റ്റത്തെ റെഗുലേറ്റ് ചെയ്ത് അതും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്ത് കൊണ്ടുവന്നതും RBIയുടെ ഒരു ഫംഗ്ഷനാണ്. RBIയുടെ ഇപ്പൊ നമ്മുടെ സെൻട്രൽ ബാങ്കിന്റെ ഓവറോൾ ഫംഗ്ഷൻ ആണ് പറയുന്നത്. ഞാൻ RBI എന്ന് പറയുന്നത് ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് RBI ആയതുകൊണ്ടാണ്. നമ്മുടെ RBI നിലവിൽ വന്നത് 1935 ഏപ്രിൽ 1-നാണ്. RBI ആക്ട് 1934 അടിസ്ഥാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. RBIയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യുക, എക്കണോമിക് ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുക. RBIയുടെ ഗവർണറാണ് ഇതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻസ് കഴിഞ്ഞ കാലത്ത് ഇന്ത്യയിൽ ഫിസിക്കൽ പോളിസി ആയിരുന്നു കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. മിനിസ്റ്റീരിയൽ സെൻട്രൽ ഗവൺമെന്റ് പോളിസിയാണ് ഫിസിക്കൽ പോളിസി എന്ന് പറയുന്നത്. ലാർജ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി കാരണമാണ്. 1986 മുതലാണ് RBI മണി കൺട്രോൾ ചെയ്യുന്നതിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് തുടങ്ങുന്നത്. 1991 എക്കണോമിക് റിഫോംസിന് ശേഷം RBIയുടെ റോള് കുറച്ചുകൂടെ ശക്തമാവുന്നുണ്ട്. ഗവൺമെന്റ് ഡെഫിസിറ്റ് ഫിനാൻസിങ് റെഡ്യൂസ് ചെയ്യാനും RBIയുടെ ഇൻഡിപെൻഡൻസ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്തു. 1999 RBI ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്തു. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നിവ ലിക്വിഡിറ്റി മാനേജ്മെന്റ് ടൂൾസ് ആയിട്ട് ഉപയോഗിച്ച് വരുന്നുണ്ട്. 2011 റിവൈസ്ഡ് ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫ്രെയിംവർക്ക് RBI ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. റിപ്പോ റേറ്റ് മെയിൻ പോളിസി ആയിട്ട് മാറുകയും ചെയ്തു. ഇതിലൂടെ RBIയുടെ മോണിറ്ററി പോളിസി ആക്ഷൻസ് കൂടുതൽ ട്രാൻസ്പെയറന്റും പ്രെഡിക്റ്റബിളുമായിട്ട് മാറുന്നുണ്ട്. 2016 RBI ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ഒഫീഷ്യലി അഡോപ്റ്റ് ചെയ്തിട്ട് ഇന്ത്യയുടെ ഇൻഫ്ലേഷൻ 4% അച്ചീവ് ചെയ്യാൻ പിന്നെ ഒരു ±2% ടോളറൻസ് ലെവലും അനുവദിച്ചിട്ടുണ്ട്. അതായത് ഒരു 2% തൊട്ട് 6%-നുള്ളിൽ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. 4% ആയിരിക്കും നമ്മൾ അച്ചീവ് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത്. ടാർഗറ്റ് മിസ്സായാൽ RBI റീസൺസ് എക്സ്പ്ലെയിൻ ചെയ്യുകയും കറക്റ്റീവ് മെഷേഴ്സ് സജസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇത് മോണിറ്ററി പോളിസിയെ കൂടുതൽ അക്കൗണ്ടബിൾ ആക്കി ഒരു മേജർ റിഫോം അക്കൗണ്ടബിൾ ആക്കി നിലനിർത്തുന്നതിൽ ഒരു മേജർ റിഫോം തന്നെ ആയിരുന്നു. സെൻട്രൽ ബാങ്ക് മോഡേൺ എക്കണോമിയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഒരു കൺട്രോളിംഗ് മെക്കാനിസവും എല്ലാത്തിനും RBI സെൻട്രൽ ബാങ്ക് തന്നെയാണ് സഹായിക്കുന്നത്. RBI മോണിറ്ററി പോളിസി വഴി മണി സപ്ലൈ, ഇൻഫ്ലേഷനെ, ലിക്വിഡിറ്റിയെയും ഇൻട്രസ്റ്റ് റേറ്റിനെയും റെഗുലേറ്റ് ചെയ്ത് നിലനിർത്തുന്നു. ഇന്ത്യയിലെ മോണിറ്ററി പോളിസി ഗ്രാജുവൽ ആയിട്ടാണ് ഇവോൾവ് ചെയ്തതെന്ന് നമുക്ക് കണ്ടാൽ അറിയാം. ഇപ്പോഴത്തെ സിസ്റ്റത്തിൽ ഇൻഫ്ലേഷൻ ടാർഗറ്റിംഗ് ആണ് സെൻട്രൽ ബാങ്കിന്റെ ഒരു സെൻട്രൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. എഫക്റ്റീവ് സെൻട്രൽ ബാങ്കിങ് എക്കണോമിക് സ്റ്റെബിലിറ്റിക്കും നമ്മുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോർ റോള് തന്നെയാണ് സെൻട്രൽ ബാങ്ക് പ്ലേ ചെയ്യുന്നത്. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ബ്ലോക്ക് 5 കാണുവാൻ വേണ്ടിയുള്ളത്. താങ്ക് യു.